തിരുവനന്തപുരം ബാലരാമപുരത്ത് 2.5 വയസ്സുകാരിയെ കിണറ്റിലെറിഞ്ഞു കൊന്ന കേസിൽ അമ്മ ശ്രീധുവിനെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കാൻ അന്വേഷണ സംഘം. കൊലപാതകത്തെക്കുറിച്ച് ശ്രീധുവിന് അറിയാമായിരുന്നുവെന്നാണ് പ്രതി ഹരികുമാറിന്റെ മൊഴി. റൂറൽ SP KS സുദർശൻ ജയിൽ സന്ദർശനത്തിനെത്തിയപ്പോഴാണ് ഹരികുമാർ ഇക്കാര്യം പറഞ്ഞത്. ഇതോടെ ഹരികുമാറിനെയും ശ്രീധുവിനെയും നുണപരിശോധന നടത്താൻ പോലീസ് തീരുമാനിക്കുകയായിരുന്നു. അനുവാദം തേടി ബാലരാമപുരം പോലീസ് കോടതിയെ സമീപിച്ചു. ഡാൻ കുര്യനുണ്ട് വിവരങ്ങളുമായി. ഡാൻ, ആ പിഞ്ചു കുഞ്ഞിനെ കൊന്നത് അമ്മയുടെ അറിവോടെയാണ് എന്ന് പ്രതി പറയുന്നു. നുണപരിശോധനയ്ക്കുള്ള നീക്കമാണ് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. എന്തൊക്കെയാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ? ഈ 2.5 വയസ്സുകാരിയുടെ കൊലപാതകം ഉണ്ടായതിന് പിന്നാലെ തന്നെ ഈ അമ്മാവൻ മാത്രമല്ല, അതിന് കൃത്യമായി ഈ അമ്മ കൂടി, അതായത് ശ്രീധു കൂടി ഹരികുമാറിനെ ഇക്കാര്യത്തിൽ സഹായിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ശ്രീധുവിന് ഇക്കാര്യം അറിയാമായിരുന്നു, ഈ 2.5 വയസ്സുകാരിയെ കൊല്ലുന്ന കാര്യം അറിയാമായിരുന്നു എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങളൊക്കെ അന്ന് മുതൽ തന്നെ നിലനിൽക്കുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട പോലീസിന്റെ അന്വേഷണം ആ ദിശയിൽ നടക്കുന്നുമുണ്ടായിരുന്നു. പക്ഷേ വ്യക്തമായി, അതായത് ഈ അമ്മാവനിൽ മാത്രം, ഈ ഹരികുമാറിൽ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു അന്വേഷണം ആ ഘട്ടത്തിൽ പുരോഗമിച്ചിരുന്നത്. ഈ കുട്ടിയോട് 2.5 വയസ്സുകാരിയോട് ഹരികുമാറിന് വിരോധമുണ്ടായിരുന്നു, ഇഷ്ടമില്ലായിരുന്നു. അങ്ങനെയാണ് അത് ഈ കൊലപാതകത്തിലേക്ക് വഴി തുറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്ന തരത്തിലായിരുന്നു അന്ന് നൽകിയ മൊഴി. പക്ഷെ പിന്നീട് കഴിഞ്ഞ ദിവസമാണ് റൂറൽ SP ജയിൽ സന്ദർശനം നടത്തിയത്. ആ സന്ദർശനം നടത്തുന്നതിനിടയിലാണ് സെല്ലിനുള്ളിൽ നിന്ന് ഈ ഹരികുമാർ അലറി വിളിക്കുന്നത്. ഞാനല്ല, ശ്രീധുവിന്റെ അറിവോടെയാണ് ഈ 2.5 വയസ്സുകാരിയെ കൊന്നത് എന്ന് പറഞ്ഞ് ആ ജയിലിന്റെ സെല്ലിനുള്ളിൽ നിന്ന് ഈ ഹരികുമാർ അലറി വിളിക്കുകയായിരുന്നു. തുടർന്നാണ് പോലീസ് ഇക്കാര്യത്തിൽ ഒരു സംശയം തോന്നി. പിന്നീട് കോടതിയിൽ, അതായത് ഇതുമായി ബന്ധപ്പെട്ട നിജസ്ഥിതി ബോധ്യപ്പെടുന്നതിന് വേണ്ടി ഇരുവരുടെയും നുണ പരിശോധന നടത്തുക എന്നൊരു തീരുമാനത്തിലേക്ക്, അങ്ങനെയൊരു സാധ്യതയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ കോടതിയെ സമീപിക്കുന്ന ഒരു സാഹചര്യം ബാലരാമപുരം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നുണ പരിശോധന നടത്തുന്നതിലൂടെ ഇക്കാര്യത്തിൽ എന്താണ് സംഭവിച്ചത്, ശ്രീധു ഈ കാര്യത്തിൽ നേരിട്ട് ഉൾപ്പെട്ടിട്ടുണ്ടോ, ഈ കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞ് കൊന്നത് ശ്രീധു തന്നെയാണോ, ഈ കാര്യങ്ങളൊക്കെ ഒരു വ്യക്തത കൈവരുമെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം. അതോടൊപ്പം ഈ കേസിന്റെ മറ്റ് തുടർ നടപടികൾ വൈകിപ്പിക്കുന്നതിന് വേണ്ടി ബോധപൂർവമായി ഹരികുമാർ ഇങ്ങനെയൊരു പ്രസ്താവന നടത്തിയതാണോ, അങ്ങനെ ഒരു നീക്കത്തിന്റെ ഭാഗമായിട്ടാണോ ഇത്തരമൊരു പ്രസ്താവന ജയിലിനുള്ളിൽ കിടന്ന് അനവസരത്തിൽ ഇങ്ങനെ നടത്തിയത് എന്നതിനെക്കുറിച്ചും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ബാലരാമപുരം പോലീസിന് സംശയമുണ്ട്. ആ ദിശയിലും അവർ അന്വേഷണം നടത്തുന്നുണ്ട്. എന്തായാലും നുണ പരിശോധന നടത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് പോലീസ് എത്തുന്നു. അതിന് മുന്നോടിയായിട്ടാണ് ഇപ്പോൾ കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ആദ്യഘട്ടം മുതൽ അമ്മയുടെ പങ്ക് എന്ത് എന്ന ചോദ്യം പല സംശയങ്ങളായി നമുക്ക് മുന്നിൽ വന്നിരുന്നതാണ്. അന്വേഷണ സംഘവും ഇപ്പോൾ ആ നിലയ്ക്ക് തന്നെ നീങ്ങുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. ഈ പ്രതിയുടെ മൊഴി തന്നെയാണ്, അല്ലെങ്കിൽ പ്രതി നൽകിയിരിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് അത്തരമൊരു നീക്കത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്. നുണ പരിശോധനയ്ക്കുള്ള നീക്കമാണ് അന്വേഷണ സംഘം നടത്തുന്നത്. വിവരങ്ങൾ നൽകിയത്.